ഒരു ദുഷിച്ച സങ്കല്പമുണ്ട്. മനുഷ്യന് വേണ്ടിയാണ് ഈശ്വരൻ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്, എല്ലാ ജീവജാലങ്ങളെയും മനുഷ്യന് തിന്നാൻ വേണ്ടിയാണെന്ന് വരെ ചില സെമറ്റിക് മതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ശബരിമലയ്ക്ക് പോകുമ്പോൾ സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും എന്ന്. ശരിക്കും എന്താണ് മോക്ഷം എന്ന് പറയുന്നത്? ഭഗവാന്റെ മനോഹരമായ ഒരു നാമം കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു കഥ കേൾക്കുമ്പോഴോ കണ്ണ് നിറയുക. അത് സ്വാമിജി, അഭ്യദാന്ത സ്വാമിജി പറയുമായിരുന്നു, അത് ഈ ഭാഗത്തൂടെയല്ല കണ്ണുനീർ ഇപ്പുറത്തൂടെ വരണം, അതിന് നല്ല തണുപ്പായിരിക്കും, അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്, അത് കണ്ണിൻ്റെ പ്രകാശം കൂട്ടും. അപ്പോൾ നമ്മൾ ഇതിൽ ഏത് മാർഗത്തിൽ കൂടിയും രാമായണത്തിന് സമീപിക്കാം. ഒരു സാഹിത്യം എന്നുള്ള നിലയ്ക്ക് നമുക്ക് സമീപിക്കാം. കുറ്റമറ്റതായ എല്ലാ ധാർമ്മിക ലക്ഷണങ്ങളോടും കൂടിയ വാൽമീകി അന്വേഷിച്ച് നടന്ന എല്ലാ പൗരുഷയങ്ങളായ എല്ലാ ലക്ഷണങ്ങളും ഒത്ത കഥാപാത്രമാകുന്നു കഥ എന്നുള്ള നിലയ്ക്ക് സമീപിച്ച രാമായണം. നമ്മൾ ഈശ്വരനെ സമീപിക്കുന്ന രീതി ആണ് വ്യത്യാസം. നമ്മൾ ഈശ്വരനെയാണോ പ്രാർത്ഥിക്കുന്നത്, അതോ നമ്മുടെ ആഗ്രഹങ്ങളെയാണോ പ്രാർത്ഥിക്കുന്നത്? ലക്ഷ്മണനെ കൊണ്ട് ഒരു മകനെ പോലെ അതിൻ്റെ പിതൃകർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നു. ചേട്ടാ നമസ്തേ. നമസ്തേ. നമുക്കറിയാം രാമായണം എന്ന് പറയുന്നത് ഇതിഹാസ കാവ്യമാണ്. പക്ഷേ ഒരു പുരാണത്തിലുപരി എന്ത് തരത്തിലുള്ള ജീവിത ദർശനമാണ് രാമായണം മുന്നോട്ട് വെക്കുന്നത്? അതിനുള്ള കുറച്ച് ഉദാഹരണങ്ങൾ പങ്കുവയ്ക്കാമോ? തീർച്ചയായും. രാമായണം സാധാരണഗതിയിൽ പറയുന്നത് പോലെ മുമ്പ് നടന്നതെന്ന് ഉള്ള അർത്ഥത്തിൽ നമുക്ക് പുരാണം എന്ന് പറയാം. ഇതിഹാസം എന്ന് പറയുമ്പോൾ ചരിത്രം എന്നൊരർത്ഥവും കൂടി. അപ്പോൾ ആ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും ആ രാജ്യത്തിൻ്റെ സംസ്കാരം രൂപപ്പെടും. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ കാണുന്ന പതി-പത്നി ബന്ധം, അല്ലെങ്കിൽ എത്ര മോശക്കാരനായ ഒരു ഭർത്താവായിരുന്നാലും ഒരു പത്നി അദ്ദേഹത്തെ ആജീവനാന്തം, ഇനി ആ ജന്മം എന്നൊക്കെ നമുക്ക് പറയാമല്ലോ, അതായത് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിലും ആ സേവ ചെയ്യുന്ന ഒരു രീതി, അതുപോലെ ഈശ്വരിയെ പോലെ ഭാര്യയെ കാണുന്നൊരു രീതി, ഇതൊക്കെ ഇതിഹാസം എന്നുള്ള നിലയ്ക്ക് രാമായണത്തിൽ ചരിത്രത്തിൽ ഉണ്ടായതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഭാരതത്തിൽ അത് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ സീതാദേവിയെ രാവണൻ ലങ്കയിലേക്ക് കൊണ്ടുപോവുകയും അശോകവനികയിൽ കൊണ്ടുവയ്ക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കൂ, ഇന്നിപ്പോൾ ഇത്രയും സാങ്കേതിക വിദ്യയും സൗകര്യങ്ങളും സൈന്യവും ഒക്കെയുള്ള നയതന്ത്ര ബന്ധങ്ങളുമൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള ഈ കാലത്ത് ആണ് ഒരു ആളെ ഇങ്ങനെ നഷ്ടപ്പെട്ടു, ഒരു തരത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഭർത്താവിൻ്റെ മാനസികാവസ്ഥ കാലം ചെല്ലുമ്പോൾ എന്താവും? ഭാര്യയുടെ ഈ നഷ്ടപ്പെട്ടു പോയി ശത്രുവിൻ്റെ കയ്യിലിരിക്കുന്ന ഭാര്യയുടെ മാനസികാവസ്ഥ എന്താവും എന്ന് നമ്മൾ ഇന്നത്തെ കാലത്ത് ചിന്തിച്ചാൽ കൂടി ഇതുപോലൊരു ഉദാഹരണം നമുക്ക് കാണാൻ സാധ്യമാണ്. അപ്പോൾ അതിന് പറയുന്ന പല ആചാര്യന്മാർ പല വീക്ഷണത്തിൽ പറയുമെങ്കിലും മാനുഷികമായി നമ്മളതിനെ വിലയിരുത്തിയാൽ, സീത രാമൻ വരും, ഈ ശത്രുവിനെ വധിക്കും, എന്നെ രക്ഷിക്കും, ഞാൻ അതേപോലെ പതിവ്രതയായി കാത്തിരിക്കും എന്നുള്ള ദൃഢനിശ്ചയം, ആ ദൃഢനിശ്ചയത്തിൻ്റെ പിന്നിൽ രാമൻ അവിടെ പോയേ മതിയാവും, യുദ്ധം ചെയ്തേ മതിയാവും, സീതയെ വീണ്ടെടുത്തേ മതിയാവും. അത് ആ ശക്തിയുടെ അവതാരത്തിൻ്റെ, ഭഗവതിയാണല്ലോ സീത, അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെയാണ് എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എന്നുള്ള ഒരു സങ്കല്പം തന്നെ ഉണ്ടാവുന്നത്. അതുമാത്രമല്ല, രാമനെ നോക്കൂ, എന്തൊക്കെ അദ്ദേഹം വനവാസത്തിനിറങ്ങി പുറപ്പെട്ടു, 13 വർഷവും പൂർത്തിയാക്കി, അവസാനത്തെ വർഷം ഇങ്ങനെ ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ നമ്മൾ ചിന്തിച്ചാൽ അവതാരം രാവണനെ കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തിലാണല്ലോ. അപ്പോൾ ആ കാര്യം വിട്ട് മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്ക് എന്ത് ഉദാഹരണം കിട്ടുന്നു എന്നുള്ളതാണ്. മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മൾ വിലയിരുത്തിയാൽ എന്ത് ത്യാഗം അനുഭവിച്ചും കണ്ടെത്താൻ വേണ്ടി ആരെയൊക്കെ സംഘടിപ്പിച്ചു, വനവാസികളെ സംഘടിപ്പിച്ചു, വാനരന്മാരെ സംഘടിപ്പിച്ചു, ഋഷികളെ സംഘടിപ്പിച്ചു, എന്തിന് ശത്രുപക്ഷത്ത് നിന്ന് രാക്ഷസനെയും പോലും കൂടെ കൂട്ടി. അപ്പോൾ അങ്ങനെ ഒരു സാധാരണ മനുഷ്യൻ കാൽനടയായി ഇത്രയും കിലോമീറ്ററുകൾ താണ്ടി ശത്രുവിൻ്റെ സ്ഥാനം ഭേദിച്ച് ശത്രുവിനെ വധിച്ച് ആ വീണ്ടെടുത്തിട്ടുള്ളൊരു ദർശനം ഇന്നുകൂടി ഈ അത്യന്താധുനിക സൗകര്യങ്ങളൊക്കെ നമുക്കുള്ള ഈ കാലത്ത് കൂടി നമുക്ക് കണ്ടെത്താൻ പറ്റാത്തൊരു വലിയ ഉദാഹരണമാണ്. 2, ഇന്ന്
നമ്മളിത് റോഡ് യാത്ര ചെയ്യുന്ന സമയത്ത് റോഡിലൊക്കെ നമ്മൾ കാണാറില്ലേ, നല്ല മുന്തിയ ഇനം നായ്ക്കുട്ടികളെയും പ്രായം ചെന്ന നായ്ക്കളെയും ഒക്കെ കാണും. ഇവരൊക്കെ ഓമനിച്ച് വളർത്തിയിട്ട് ഏതെങ്കിലും വീട്ടിൽ വളർത്തപ്പെട്ടവരാണ്. അതെ. എങ്ങനെയാണ് ഇവർ ഉപേക്ഷിക്കപ്പെടുന്നത്? വയസ്സാകുമ്പോ അല്ലെങ്കിൽ വല്ല അസുഖങ്ങളും വരുമ്പോ. അതാണ്. അപ്പോൾ ഒരു കാണ്ടാമൃഗമാണെങ്കിൽ പോലും അതിൻ്റെ കുഞ്ഞിനെ കാണാൻ ഒരു ഓമനത്വം ഉണ്ടാവും, അപ്പോൾ വളർത്തും. വയസ്സാകുമ്പോൾ അതിനെ ഉപേക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു അസുഖം വരുമ്പോൾ അതിനെ ഉപേക്ഷിക്കുകയാണ്. രാമായണത്തിലേക്ക് നോക്കൂ. ജടായുവിനെ ഈ ഒരു ദുരവസ്ഥ ഉണ്ടാകുന്ന സമയത്ത്, ആദ്യം ജടായുവിനെ കാണുന്ന സമയത്ത് ഏതോ രാക്ഷസനാണെന്ന് കരുതി രാമൻ വധിക്കാൻ പുറപ്പെടുകയാണ്. അപ്പോൾ പറഞ്ഞു, ഞാൻ രാക്ഷസനല്ല, ശത്രുവല്ല, ഞാൻ അങ്ങയുടെ പിതാവിന് വേണ്ടപ്പെട്ട ചങ്ങാതിയാണ്, ഞാൻ ജടായുവാണ്, സമ്പാദിയുടെ അനിയനാണെന്നൊക്കെ പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തുക. ഭഗവാൻ അഭയം കൊടുത്തു. ശരി, ഞാനിവിടെ വസിക്കുകയാണ്, എൻ്റെ അടുത്ത് തന്നെ വസിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് വരം കൊടുത്തു, അഭയം കൊടുത്തു. അതിനുശേഷമാണ് രാവണൻ വരുന്നതും സീതാദേവിയെ കൊണ്ടുപോകുന്നതും. അപ്പോൾ ജടായു അതിനെ ചേർത്ത് നിർത്തുന്നതും. ശരിക്കും കടാകടികനായ രാവണന്, ത്രിലോകങ്ങളെ വിജയിച്ച രാവണന്, ആ രാവണൻ്റെ രഥം അത് ചിറകടിയിൽ, ജടായുവിൻ്റെ ചിറകടി കൊണ്ട് തകർന്നു പോയി. അപ്പോൾ അതിൻ്റെ ജീവൻ പണയം വെച്ച് അത് രാമന് വേണ്ടി യുദ്ധം ചെയ്തു. രാവണന് പിടിച്ചു നിൽക്കാൻ പറ്റാതായി, ചന്ദ്രഹാസം പ്രയോഗിച്ചു, ചിറകുകളെ വെട്ടിക്കളഞ്ഞു. അപ്പോഴും സീതാദേവി വീണ്ടും ഒരു വരം കൊടുത്തു. എന്താ? ആ രാമദർശനം കിട്ടി, ഈ വിവരം ധരിപ്പിച്ചിട്ടേ നിനക്ക് ജീവൻ പോകും. അതായത് മരണകാലെ കാണണം മുകുന്ദരാമ പാഹിമാം എന്ന് നമ്മൾ ഇന്ന് പറയുന്ന ആ ദർശനം നമുക്കവിടെ കാണാം. അങ്ങനെ ഭഗവാനെ കാണുകയും ഭഗവാന്റെ സാന്നിധ്യത്തിൽ അതിന് മോക്ഷം ലഭിക്കുകയും ചെയ്യും. അതിനുശേഷം രാമൻ എന്താ ചെയ്യുന്നത്? ലക്ഷ്മണനെ സംസ്കരിക്കുന്നു. ലക്ഷ്മണനെ കൊണ്ട് ഒരു മകനെ പോലെ അതിൻ്റെ പിതൃകർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നു. പക്ഷി ജടായു എന്താ ഭക്ഷിക്കുന്നത്? ഈ പക്ഷി കഴുകനാണല്ലോ, എന്താ ഭക്ഷിക്കുന്നത്? മാംസമാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു മൃഗത്തെ കൊന്ന് ഏതൊരു അന്നം താൻ ഭുജിക്കുന്നു അത് തൻ പിതൃക്കൾക്കും കൊടുക്കുക എന്നാണല്ലോ പറയുന്നത് രാമായണത്തിൽ തന്നെ. അങ്ങനെ ഒരു മൃഗത്തെ കൊന്ന് ജടായുവിന് വേണ്ടി തർപ്പണം ചെയ്യിപ്പിക്കുകയാണ് ലക്ഷ്മണനെ കൊണ്ട്. ഇത്രത്തോളം മഹനീയമായ ഒരു ജീവിത ദർശനം ഇന്ന് പോലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇത്രയും നിയമങ്ങളുടെ പിൻബലമുള്ള ഈ കാലഘട്ടത്തിൽ പോലും നമുക്ക് സാധിക്കുന്നില്ല. ഇങ്ങനെ രാമായണത്തിൽ എമ്പാടും നമ്മൾ നോക്കിയാൽ ഇത്തരത്തിലുള്ള ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ നമുക്കറിയാം ഈ നിത്യാനിത്യ വിവേകം എന്താണത്, എങ്ങനെയാണ് നമ്മൾ അതിനെ തിരിച്ചറിയേണ്ടത്? രാമായണത്തിൽ വളരെ വ്യക്തവും സ്പഷ്ടവുമായി പറയുന്നൊരു കാര്യമാണ് നിത്യവും അനിത്യവുമായ വസ്തുക്കളെ സംബന്ധിച്ച്. ലക്ഷ്മണോപദേശത്തിൽ ആദ്യം ഇത് അവതരിക്കപ്പെടുന്ന ഭാഗം അതാണ്. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം, സ്വപ്ന സമാനം കളത്ര സുഖം നൃണാം അല്പമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ എന്നുള്ള വരികളിലൊക്കെ നമുക്ക് ഈ ദർശനത്തെ കാണാം. അതായത് സമ്പത്ത് നമുക്ക് ശാശ്വതമല്ല, അത് നമ്മളെ വിട്ടുപോകാം. അതിനൊരു ഉദാഹരണം, ഒരു ശ്ലോകം പറയും. വിപതോ നൈവ വിപതഃ സമ്പദോ നൈവ സമ്പതഃ വിപദ വിസ്മരണം വിഷ്ണു സമ്പത് നാരായണ സ്മൃതി എന്ന് പറയും. അതായത് വ്യാസൻ പറയുന്നതാണ്. അതായത് വിപത്തോ നൈവ വിപതഃ എന്ന് പറയുമ്പോൾ വിപത്ത് എന്ന് നമ്മൾ വിചാരിക്കുന്നതൊന്നും യഥാർത്ഥ വിപത്തല്ല. സമ്പതോ നൈവ സമ്പതഃ, സമ്പത്ത് എന്ന് നമ്മൾ വിചാരിക്കുന്നതൊന്നും സമ്പത്തുമല്ല. അഭേദാനന്ദ സ്വാമികൾ എപ്പോഴും പറയാറുണ്ട്, ശാശ്വതമല്ല, പ്രോപ്പറല്ല പ്രോപ്പർട്ടി എന്നൊരു വാക്ക് അദ്ദേഹം രസകരമായി പറയാറുണ്ട്. അപ്പോൾ ഭഗവാൻ ലക്ഷ്മണനോട് പറയുകയാണ്, നമ്മൾ ഈ രാജ്യം പിടിച്ചടക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ അച്ഛനെ ജയിലിൽ അടച്ചുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ പരിബന്ധികൾ അതായത് സേവകന്മാരെ വധിച്ചത് കൊണ്ടോ നിനക്കതിന് സാധിക്കും, നീ എനിക്ക് വേണ്ടി അത് ചെയ്യും, പക്ഷെ അത് ശാശ്വതമല്ല. ശാശ്വതം അപ്പോൾ അവിടെ നിത്യവിവേകത്തിനെയാണ് കാണിക്കുന്നത്. രാജസുഖം നിത്യമല്ല, അത് ശരീരത്തെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ശരീരം ഒരു ജഡവസ്തുവാണ്, അത് കുറച്ച് കാലത്തേക്കുള്ളതാണ്. നിശ്വാസേന ഹി വിശ്വാസം നമ്മൾ പറയുമല്ലോ, ശ്വസിച്ചത് നിശ്വസിക്കും എന്ന് നമുക്ക് യാതൊരു വിശ്വാസവും ഇല്ലാത്ത ഒരു സാധനമാണ് ശരീരം. അപ്പോൾ ശരീരത്തിനെ നിത്യവസ്തുവായി കാണാൻ പാടില്ല, എന്നാൽ ആത്മാവിനെ നിത്യവസ്തുവായി കാണണം. ആത്മാവിന് പാലിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് സത്യം. അച്ഛൻ കൊടുത്ത സത്യമാണ്. അച്ഛൻ്റെ കാര്യം അച്ഛൻ പറയാതെ തന്നെ ചെയ്യേണ്ടത് പുത്രധർമ്മവുമാണ്. പറഞ്ഞാലെങ്കിലും ചെയ്യുന്നത് മധ്യമൻ എന്ന് പറയാം, പറഞ്ഞാലും ചെയ്യാത്തവനെ അധമൻ എന്നല്ല പറഞ്ഞത്, പിത്രോർ മലം എന്നാണ് രാമായണത്തിൽ പറഞ്ഞത്. രാമൻ്റെ തന്നെ വാക്കുകളാണ്. അപ്പോൾ ഇത്തരത്തിൽ നിത്യവസ്തു ഏത് അനിത്യവസ്തു ഏത് എന്ന് കൃത്യമായി പറയുന്നു. താരയോട് പറയുന്നത് നോക്കൂ,
നിന്നുടെ ഭർത്താവ് ദേഹമോ ജീവനോ എന്നാണ് ചോദിക്കുന്നത്. അതെ. അപ്പോൾ ദേഹമാണെങ്കിൽ അത് പോയി, ജീവനാണെങ്കിൽ അതിന് നാശമില്ല. ആത്മാവാണ്, അത് നിത്യനാണ്. അതിന് ഒരു കാലത്തും നമ്മൾ ഗീതയിൽ പറയുമല്ലോ, നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക എന്നൊക്കെ. അതായത് ശസ്ത്രങ്ങൾ കൊണ്ട് കീറി മുറിക്കാൻ പറ്റാത്തതും അഗ്നിക്ക് ദഹിക്കാത്തതും ഒക്കെ ആയ ഭഗവത് ചൈതന്യമാണ് ആത്മാവ്. അപ്പോൾ ആ ആത്മാവ് എല്ലാ കാലത്തും ഉണ്ട്, അതിന് നാശമില്ല. അതുകൊണ്ട് നശിച്ചു പോയി എന്ന് താര വിചാരിക്കുന്ന ബാലി അല്ലെങ്കിൽ ആ ആത്മാവിന് നാശമില്ല, ദേഹത്തിന് മാത്രമാണ് നാശമുള്ളത്. അതുപോലെ തന്നെ രാവണൻ മരിക്കുന്ന സമയത്ത് വിഭീഷണൻ അദ്ദേഹത്തിൻ്റെ പിതൃകർമ്മങ്ങൾ ചെയ്യാൻ ഇദ്ദേഹത്തിനോളം ഇത്ര പാപം ചെയ്തവരില്ല ഭൂതലേ എന്ന് വിഭീഷണൻ തന്നെ പറയുകയാണ്, സങ്കടമുണ്ടെങ്കിലും. അപ്പോൾ രാമൻ പറയുന്നുണ്ട്, മൽബാണമേറ്റു രണാന്തേ മരിച്ചൊരു കർപ്പുരാതീശ്വരൻ അറ്റിതു പാപങ്ങൾ വൈരവും ആ മരണാന്തം എന്നാകുന്നു. എന്ന് പറഞ്ഞാൽ ആ ശത്രുതയും മരിച്ചു, എൻ്റെ കൈകൊണ്ട് എൻ്റെ ബാണമേറ്റ് ഞാൻ ആരാണെന്നുള്ള ബോധം വന്നതിന് ശേഷം ആണല്ലോ രാവണനെ വധിക്കുന്നത്. സാക്ഷാൽ ഭഗവാനാണെന്ന് അദ്ദേഹത്തിന് ബോധമുണ്ടായി. അപ്പോൾ അതിനുശേഷം അങ്ങനെയുള്ള രാക്ഷസന് ഇനി യാതൊരു പാപവും ബാധിക്കുന്നില്ല. അതുകൊണ്ട് ഇയാളെ അഗ്നിഹോത്രികളെ സംസ്കരിക്കുന്ന വണ്ണം സംസ്കരിക്കുക, അത് പുണ്യമാണ്. ഇന്നത്തെ കാലത്ത് പോലും നമുക്കറിയാം, നമ്മുടെ രാജ്യം പാകിസ്ഥാൻ സൈനികർ നമ്മുടെ സൈനികരെ ഉപദ്രവിച്ച് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കണ്ടു നോക്കൂ. രാമായണത്തിൽ ഇത്ര യുഗങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു തത്വദർശനം ശത്രുവിനോട് പോലും, ഇത്രയും ലോകം കണ്ടതിൽ ഏറ്റവും വലിയ അധമിയായ രാവണനോട് പോലും ഭഗവാൻ എടുത്തിരിക്കുന്ന നയം. അപ്പം നിത്യവസ്തു ഏതാണ്, അനിത്യവസ്തു ഏതാണ്, കൃത്യമായി അതിൻ്റെ വിവക്ഷ രാമന് മനസ്സിലായിട്ടുണ്ട്. അല്ലെങ്കിൽ രാമൻ ആ ദർശനമാണ് രാമായണത്തിൽ കൂടി നമുക്ക് നൽകുന്നത്. ഇപ്പോ പ്രവൃത്തി നിരതനും നിവർത്തി നിരതനും, അതെ, ഇത്തരത്തിൽ രണ്ട് കൂട്ടമായി മനുഷ്യരെ നമുക്ക് വിഭജിക്കാൻ സാധിക്കും. അങ്ങനെ രണ്ട് കൂട്ടരുണ്ടോ? തീർച്ചയായും ഉണ്ട്. കാരണം രാമായണത്തിൽ പറയുന്ന രണ്ട് വാക്കുകൾ തന്നെയാണ് പ്രവൃത്തി നിരതന്മാരും നിവർത്തി നിരതന്മാരും എന്ന് പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. രാമായണത്തെ വിട്ട് നമ്മൾ സമൂഹത്തിലെ ഏതെങ്കിലും മനുഷ്യരെ നമുക്ക് നിരീക്ഷിച്ചാൽ ഇതറിയാം. ഇപ്പോൾ ചിലർ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ സംഘടനകളിൽ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെ സമിതികളിലൊക്കെ പ്രവർത്തിക്കുന്നു. അതിങ്ങനെ പ്രവർത്തിച്ച് അവർക്ക് സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നൊരു ശീലമുണ്ടാകും. ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും കാരണവശാൽ ഈ ചുമതലയിൽ നിന്ന് അവർ ഒഴിവാക്കപ്പെട്ടാലോ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അവർക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കണം, അവർക്ക് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ പ്രവർത്തിക്കാൻ അവസരമില്ലാതെ വരുമ്പോൾ അവർ എതിർ പ്രവർത്തനം തുടങ്ങും. അപ്പോഴാണ് അവർ വിമർശകന്മാരായോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ഒരു സ്വഭാവം അവർക്ക് ഉണ്ടാവും. വിമതർ എന്ന് പറയുന്ന ആ സ്വഭാവം അവർക്കുണ്ടാവും. ഇനി നിവൃത്തി നിരതന്മാരെ ശ്രദ്ധിക്കൂ. അവർ ചിലപ്പോൾ ഒരു കാര്യത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കൊള്ളണമെന്നില്ല, പക്ഷെ അവർ സദാസമയവും ചെയ്യേണ്ട അവനവനിൽ നിക്ഷിപ്തമായ കർമ്മത്തെ ഭംഗിയായി ചെയ്യും. അതല്ലെങ്കിൽ ഞാൻ എന്തിനു ജനിച്ചു എന്നും ഞാൻ ഏത് തരം പ്രവൃത്തിയാണ് ചെയ്യേണ്ടതെന്നും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ അത്തരം കാര്യങ്ങൾ ചെയ്യും. കൂടുതലും ആത്മീയവാദികളാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം സാധാരണ ചെയ്യാറുള്ളത്. കാരണം അവർക്കറിയാം ശാശ്വതമായ പ്രവർത്തനം ഏതാണ്, ആ പ്രവർത്തനത്തിലേക്ക് അവർ തിരിയും. ശരി, ഞാൻ ലോകത്തെ അംഗീകരിക്കുന്നു, ലോകത്തിനോടൊപ്പം ചേർന്ന് ഈ പ്രവൃത്തികളിലൊക്കെ ഞാൻ ഏർപ്പെട്ടു, ശരി ഇനി ഇതാണ് എൻ്റെ മാർഗം. ഇങ്ങനെ ഒരു മാർഗത്തെ സ്വീകരിച്ചുകൊണ്ട് അവരവരുടെ വഴിക്ക് അങ്ങ് പോകും. അതിനെ നിവൃത്തി നിരതന്മാർ എന്ന് സാധാരണഗതിയിൽ പറയാറുണ്ട്. നമ്മൾ ഒരു കാലഘട്ടം വരെ വിചാരിച്ചിരുന്നത് മോക്ഷം എന്ന് പറയുന്നത് മരണമാണ്, മരിച്ചു കഴിഞ്ഞാൽ മോക്ഷം കിട്ടും എന്ന് നമ്മൾ പറഞ്ഞു വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് നമ്മൾ ഇരുന്ന് ചിന്തിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, ശബരിമലയ്ക്ക് പോകുമ്പോൾ സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും എന്നുള്ളത്. അങ്ങനെ മോക്ഷത്തിന് പല തരത്തിലുള്ള അവസ്ഥകളെ കുറിച്ച് പറയുന്നുണ്ട്. മോക്ഷത്തെ കുറിച്ച് പറയുന്ന സമയത്ത് എന്താണ് ശരിക്കും ഇതിന്റെ ഒക്കെ അടിസ്ഥാനം? ശരിക്കും എന്താണ് മോക്ഷം എന്ന് പറയുന്നത്? മോക്ഷം പലതരത്തിൽ വ്യാഖ്യാനിക്കാറുണ്ട്. മോഹങ്ങളുടെ ക്ഷയമാണെന്നും മറ്റുമൊക്കെ ധാരാളം വ്യാഖ്യാനങ്ങൾ ഓരോരുത്തരും അവരവർ മനസ്സിലാക്കിയതുപോലെ പറയാറുണ്ട്. വാസ്തവത്തിൽ ഒരാൾ അക്ഷോഭ്യനാവുക, സ്ഥിരമായ ചഞ്ചല ചിത്തത ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിരചിത്തനാവുക, അത് തന്നെയാണ് മോക്ഷം എന്നുള്ളത്. കാരണം എന്താണ്? സ്ഥിരചിത്തനാവണമെങ്കിൽ ഒരാളുടെ മനസ്സടങ്ങണം. ആ മനസ്സടങ്ങുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ നിത്യ അനിത്യ വിവേകം അദ്ദേഹത്തിനുണ്ടാവും. നിത്യ അനിത്യ വിവേകം ഉണ്ടാവുന്ന ഒരാൾ ഏതെങ്കിലും തരത്തിൽ ഷഡ്ഭാവങ്ങൾക്ക്, അതായത് കാമ ക്രോധ ലോഭ മോഹാദികൾക്കൊന്നും അദ്ദേഹം പെട്ടെന്ന് വശപ്പെടുകയില്ല. ഏതെങ്കിലും തരത്തിൽ
അങ്ങനെ ഒരു കാര്യം ഉണ്ടായാൽ അദ്ദേഹത്തിൻ്റെ ആലോചിച്ച് ഉറപ്പിച്ച് തന്നെ ഉണ്ടാവുന്ന പ്രവൃത്തിയായിരിക്കും. അപ്പം സാധാരണഗതിയിൽ മോക്ഷത്തിനെ കുറിച്ച് പലതരം വ്യാഖ്യാനങ്ങൾ പറയും. അപ്പോൾ ഒരാൾ ചെയ്യുന്ന സാധനയുടെ അടിസ്ഥാനത്തിൽ അയാളുടെ മോക്ഷങ്ങളെ ചിന്തിച്ചാൽ 4 തരം മോക്ഷത്തെക്കുറിച്ചാണ് പറയുക. സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം എന്ന് നമ്മൾ സാധാരണ പറയും. ഇപ്പോൾ സാലോക്യം എന്ന് പറയുമ്പോൾ മനസ്സുകൊണ്ടാവാം ഉടലോടെ സ്വർഗത്ത് പോയി എന്ന് പറയുന്നതൊക്കെ നമ്മൾ കഥകളിൽ കേൾക്കുന്നതാണ്. മനസ്സുകൊണ്ട് ഭഗവാന്റെ ലോകത്തിരിക്കുക എന്നുള്ളത്. അപ്പോൾ അവർക്ക് കാലവും അന്തരീക്ഷവും ഒന്നും മാനദണ്ഡമല്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ധ്യാന നിരതന്മാരായി തപസ്സനുഷ്ഠിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ അറിയാം അത് സന്യാസി തന്നെ ആയിക്കൊള്ളണമെന്നില്ല. അത് ഗൃഹസ്ഥനായാലും എന്തിനേറെ ചില മൃഗങ്ങൾക്ക് പോലും അതിനുള്ള ശക്തിയുണ്ട്. അപ്പോൾ അതാണ് സാലോക്യം, ഭഗവാന്റെ ലോകത്ത് ലയിക്കുക. സാമീപ്യം എന്ന് പറയുമ്പോൾ ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുക, ഈശ്വരൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുക. അത് മറ്റൊരാളിന് കാണിച്ചു കൊടുക്കാൻ സാധിച്ചു എന്ന് വരണമെന്നില്ല. ഇപ്പോൾ രാമകൃഷ്ണ പരമഹംസരെ കണ്ട സമയത്ത് വിവേകാനന്ദൻ ചോദിച്ചു, അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ? കാണിച്ചു തരാമെന്നും പറഞ്ഞു. അങ്ങ് സംസാരിച്ചിട്ടുണ്ടോ? സംസാരിച്ചിട്ടുണ്ട്. നിന്നോട് സംസാരിക്കുന്നത് പോലെ ഈശ്വരനോട് സംസാരിച്ചിട്ടുണ്ട്. ഇത് വിവേകാനന്ദൻ ആദ്യം ഉൾക്കൊള്ളാൻ പറ്റിയില്ല. രാമകൃഷ്ണദേവൻ കാണിച്ചു കൊടുത്തു, സംസാരിക്കാനും പറ്റുമെന്ന് അദ്ദേഹം തെളിയിച്ചു. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ നമ്മൾ പരമഹംസ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അദ്ദേഹം ആ പറഞ്ഞതുപോലെ ആ സാലോക്യവും സാമീപ്യവും ഒക്കെ അറിഞ്ഞ ആളാണ്. ഇനി അടുത്ത് പറയുന്നത് സായുജ്യം, സാരൂപ്യം കഴിഞ്ഞിട്ടാണ് സായുജ്യം. സാരൂപ്യം ഭഗവാന്റെ രൂപത്തിലേക്ക് നമ്മൾ സ്വയം മാറും. ചൈതന്യ മഹാപ്രഭുവിനെ നോക്കൂ, ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു. അദ്ദേഹത്തെ നമുക്ക് അദ്ദേഹം ബംഗാളില് 19-ാം നൂറ്റാണ്ടില് ബംഗാളിൽ നവദ്വീപിൽ ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ ഇപ്പോഴും ഒരു സ്ഥലത്തിന് ഒരു പേരുണ്ട്, അവിടെ ഘോൽ ഭംഗ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം കൃഷ്ണ കൃഷ്ണ എന്നുള്ള ഭജന ചൊല്ലി ഈ ഘോൽ വാദ്യം മുഴക്കിക്കൊണ്ടിങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ ആ പ്രദേശത്ത് അന്ന് മദ്യം ഉണ്ടാക്കുന്നവരും വിൽക്കുന്നവരും ഒക്കെ ആയ ഒരു വലിയ സമൂഹം ഉണ്ടായ സ്ഥലമാണ് ഈ ഘോൽ ഭംഗ് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അവിടെ വെച്ച് അദ്ദേഹത്തിനെ ആക്രമിക്കുകയും എവിടെയാണ് നിന്റെ കൃഷ്ണൻ, ഞങ്ങൾ കാണിച്ചതാ, നീ പറയുന്നത് വ്യാജമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഘോൽ വാദ്യത്തെ അടിച്ചുടയ്ക്കുകയാണ്. ഇന്നും ആ സ്ഥലത്തിൻ്റെ പേര് ഘോൽ ഭംഗ് എന്നാണ്. അദ്ദേഹം ആ അടി കൊണ്ട് അവിടെ വീണു അവശനായി ഇവര് അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോകാൻ സമയത്ത് അവരുടെ കാലിലേക്ക് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇനിയും എന്നെ വർദ്ധിച്ചോളൂ, എത്ര വേണമെങ്കിലും അടിച്ചോളൂ, പക്ഷെ പോകുന്നതിന് മുമ്പ് ഒരു തവണ കൃഷ്ണ എന്നൊന്ന് പറയുമോ എന്ന് അദ്ദേഹത്തിൻ്റെ ആ ചോദ്യത്തിൽ നിന്ന് അനേകായിരം പേർക്ക് മനപരിവർത്തനം ഉണ്ടാവുകയാണ്. ഞാനിവിടെ പറഞ്ഞത് എന്തുകൊണ്ടാണ്? സാരൂപ്യ അവസ്ഥയിലേക്ക് ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു ഉയർന്നതുകൊണ്ടാണ്. സായുജ്യം എന്ന് പറഞ്ഞാൽ ലയനാവസ്ഥയാണ്. ഭഗവാനിൽ ലയിക്കുക, പരബ്രഹ്മ വസ്തുവിൽ ലയിക്കുക, അതായത് നമ്മുടെ സ്വധാമത്തിലേക്ക് നമ്മൾ ലയിക്കുകയാണ്. നമ്മളിപ്പോൾ സാധാരണ മനുഷ്യരാണ്, നമ്മളിതെല്ലാം മറന്നിരിക്കുകയാണ്. ഉദാഹരണത്തിന് വീട്ടിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടു മറ്റൊരു സ്ഥലത്ത് പോയി, നമ്മൾ എവിടുന്ന് വന്നു എന്നോ ഞാൻ ആരാണെന്നോ എന്താണെന്നോ ഒക്കെ മറന്നു. എന്തായിരിക്കും നമ്മുടെ ഒരു അവസ്ഥ? എത്ര കാലം നമുക്ക് അങ്ങനെ തുടരാൻ പറ്റും? നമ്മളെ അന്വേഷിച്ച് വീട്ടിൽ നിന്ന് ആരെങ്കിലും വരും, വന്നിട്ട് ഇതിൻ്റെ കൂട്ടി തിരിച്ചു കൊണ്ടുപോകും. അതുപോലെ നമ്മളൊരു ധാമത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ആ ധാമം ഭഗവാനാണ്, ഈശ്വരനാണ്, അല്ലെങ്കിൽ പരബ്രഹ്മമാണ്. ആ ധാമം നമ്മളെ ഒരു കർത്തവ്യത്തിലേക്കാണ് മനുഷ്യ ജന്മം നൽകി അയച്ചിരിക്കുന്നത്. മനുഷ്യാണ് മുമുക്ഷുത്വം എന്നാണ്. മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യജന്മം തരുന്നത്. അപ്പോൾ സമയമാവുമ്പോൾ മോക്ഷം നേടിയാലും ഇല്ലെങ്കിലും, നമ്മളിത് തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും, നമ്മൾ ഈ സത്യത്തെ അന്വേഷിച്ചില്ലെങ്കിൽ അറിയാൻ പോകുന്നില്ല. അപ്പോൾ സത്യാന്വേഷണം ചെയ്യാനുള്ള സമയം തന്നിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ സ്വധാമത്തിലേക്ക് മടങ്ങേണ്ടി വരും. പക്ഷെ സ്വധാമം വരെ എത്തുമോ എന്നുള്ളത് നമ്മുടെ ഈ സത്യാന്വേഷണത്തിൻ്റെ തോതിനെ ആശ്രയിച്ചായിരിക്കും ഇരിക്കുക. അപ്പോൾ സായുജ്യ പദവിയിലെത്തിയവർക്ക് ഈ ഒരു കാര്യമില്ല. കാരണം എന്താണ്? അവർ സ്വയം വിലയം പ്രാപിക്കുകയാണ്, ആരും കൂട്ടിക്കൊണ്ടുപോകുന്നതല്ല. ഇപ്പോൾ നമ്മൾ നാമജപം എന്ന് പറയുമ്പോൾ നമ്മൾ പറയാം കലിയുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നാമജപമാണ് കലിയുഗത്തിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത്. നാമജപത്തിനും ഈശ്വര ഉപാസനയ്ക്കും എന്തെങ്കിലും തരത്തിലുള്ള യോഗ്യതയുണ്ടോ? അതോ എല്ലാവർക്കും ഒരു ഭേദങ്ങളും ഇല്ലാതെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്? നാമജപത്തിന് ഉപാധികളൊന്നുമില്ല. നാമജപത്തിന് ഒരേ ഒരു ഉപാധിയേ ഉള്ളൂ, അത് ഭക്തിയാണ്, ഭഗവാനിലുള്ള ഭക്തിയാണ്. രാമായണത്തിൽ തന്നെ വരി പറഞ്ഞാൽ പുരുഷ സ്ത്രീ ജാതി നാമ ആശ്രമാദികളല്ല കാരണം മമ ഭജനത്തിന് ഭൂതലേ. ഇത് ശബരി മാതാവിനോട് ഭഗവാൻ തന്നെ പറഞ്ഞ വാക്കുകളാണ്. ഇതൊന്നുമല്ല എൻ്റെ ഭജനത്തിന് ഈ ഭൂതലത്തിൽ കാരണം.
ഭക്തി മാത്രമാണ്. എന്നാൽ ഈ ഭക്തി ഉണ്ടോ, എന്താണ് ഭക്തിയുടെ ലക്ഷണങ്ങൾ എന്നാണ് ചോദ്യമെങ്കിൽ അതിന് ഉത്തരമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും, ഭക്തനായുള്ള ഒരാൾക്ക് അദ്ദേഹം അങ്ങേയറ്റം സഹിഷ്ണുതയുള്ളവനായിരിക്കും, അങ്ങേയറ്റം അദ്ദേഹത്തിന് ഗുരുത്വമുണ്ടായിരിക്കും. അതൊക്കെ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. അതിന് ശിക്ഷാഷ്ടകത്തിൽ പലതരം വ്യാഖ്യാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു ഫലവൃക്ഷത്തിൽ നമ്മൾ കല്ലെറിഞ്ഞാൽ ആ ഫലവൃക്ഷം നമുക്കൊരു പഴം തന്നേ നമ്മളെ അയക്കും. ഒരു പുല്ലിനെ നമ്മളൊരു ടെറസിൻ്റെ മുകളിൽ പോലും കൊണ്ട് നട്ടാൽ അത് മേലേക്ക് വളരില്ല, അത് വളർന്ന് വളർന്ന് താഴേക്ക് വരും. ഞാൻ നിങ്ങളുടെ പാദങ്ങളുടെ ദാസാനുദാസനാണ്, എന്നെ ചവിട്ടിക്കൊണ്ട് പൊയ്ക്കോളൂ എന്നുള്ളൊരു വിനയഭാവം അതിന് കാണാൻ സാധിക്കുമെന്ന് ഈ ശിക്ഷാഷ്ടകത്തിൽ പറയും. അതായത് തൃണാദപി സുനീചേന തരോരപി സഹിഷ്ണുന അമാനിനാമാനതേന കീർത്തനീയ സദാഹരി. അതായത് നാമം ജപിക്കാൻ യോഗ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ പുല്ലിനേക്കാൾ നീചനാണ് ഞാൻ എന്നുള്ള ഒരു വിനയഭാവം. അപ്പോൾ വിനയദീക്ഷ പുല്ലിൽ നിന്ന് സ്വീകരിക്കണം എന്ന് പറയും. ഈ ഫലവൃക്ഷം തരോരപി സഹിഷ്ണുന, ഫലവൃക്ഷത്തിനോളം സഹിഷ്ണുത, എറിഞ്ഞ് മുറിവേൽപ്പിക്കുന്നവനും ഒരു പഴം കൊടുത്തയക്കാനുള്ള സഹിഷ്ണുത. ഇങ്ങനെയുള്ളവൻ അമാനിനാമാനതേന, ഞാനെന്നും എൻ്റെ എന്നുള്ള അഭിമാനത്തെ വെടിയുന്നവൻ, അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഹരിയെ ഭജിക്കാൻ യോഗ്യനെന്ന് പറയും. അതുപോലെ തന്നെ ഭക്തനായുള്ള ഒരാളെ കണ്ടാൽ എനിക്ക് ഭക്തിയുണ്ടോ എന്ന് നമുക്ക് സ്വയം പരിശോധിക്കാൻ സാധിക്കും. നയനം കളതശ്രുധാരയ വദനം ഗദ്ഗതരുദ്ധയാകിര പുളകേർ നിശിതം മപു കഥാ തവ നാമശ്രവണി ഭവിഷ്യതി എന്ന് പറയും. അതായത് ഭഗവാന്റെ മനോഹരമായൊരു നാമം കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു കഥ കേൾക്കുമ്പോഴോ കണ്ണ് നിറയുക. അത് അഭ്യദാന്ത സ്വാമിജി പറയുമായിരുന്നു, അത് ഈ ഭാഗത്തൂടെയല്ല കണ്ണുനീർ ഇപ്പുറത്തൂടെ വരണം, അതിന് നല്ല തണുപ്പായിരിക്കും, അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്, അത് കണ്ണിൻ്റെ പ്രകാശം കൂട്ടും എന്ന് പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ണുനീര് വരിക. വദനം ഗദ്ഗതരുദ്ധയാകിര, ഗദ്ഗതം കൊണ്ട് വാക്കുകൾ പുറത്തേക്ക് വരാത്ത ഒരു ഭക്തി വികാരമുണ്ടാവും. പുളകയർ നിശിതം വപു, ശരീരം മുഴുവൻ രോമാഞ്ചം കൊണ്ട് കോരിത്തരിക്കും. കഥാ തവ നാമശ്രവണേ ഭവിഷ്യതി, അങ്ങയുടെ ഒരു കഥയോ നാമമോ കേൾക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ഭക്തി വികാരം ഒരാൾക്കുണ്ടാകുന്നെങ്കിൽ അയാൾ പരമഭക്തനാണ്. അപ്പോൾ അതിന് ഈ പറഞ്ഞ വിനയദീക്ഷയും സഹിഷ്ണുതാദീക്ഷയും ഒക്കെ ഉണ്ടായാൽ മാത്രമേ ഇതിങ്ങനെ ഉണ്ടാവൂ. അത് നിരന്തര അഭ്യാസം കൊണ്ട് അല്ലെങ്കിൽ നിരന്തരമായ ഭക്തിയിൽ കൂടി ഉണ്ടായി വരുന്നതാണ്. ഭക്തി തന്നെയാണ് ഇതിൻ്റെ ആധാരം. ഭക്തിയാദസാധ്യം നച കിഞ്ചിദസ്തി എന്നാണ്. ഭക്തി കൊണ്ട് സാധിക്കാൻ പറ്റാത്ത ഒന്നും ഈ ലോകത്തിലാണ്. അത് നമ്മൾ കുടുംബത്തിൽ നോക്കിയാൽ അങ്ങനെയാണ് കേട്ടോ. ഗൃഹനാഥന് കുടുംബത്തിനോട് ഭക്തിയില്ലെങ്കിൽ കുടുംബം താറുമാറായിപ്പോവും. അമ്മയ്ക്ക് കുടുംബത്തിനോട്, ഭർത്താവിനോടും മക്കളോടും ഒക്കെ ഭക്തിയില്ലെങ്കിൽ നശിക്കും. മക്കൾക്ക് രക്ഷകർത്താക്കളോട് ഭക്തിയില്ലെങ്കിൽ എന്നാലും കുടുംബം നശിക്കും. അപ്പം ഭക്തി ഒരു വലിയ ഘടകം തന്നെയാണ്. രാഷ്ട്രത്തിനോട് പോലും ഭക്തി വേണം എന്നുള്ളതാണ്. രാഷ്ട്രം ഒരു ജഡവസ്തുവായി കാണുന്നതാണ് ഇന്നത്തെ കാലത്ത് ഒരു പരാജയം. ഭാരതമാതാവ് പോലും ഒരു സ്ത്രീ എന്ന രീതിയിലൊക്കെ അതിനെ വ്യാഖ്യാനിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അല്ല, അത് ഭക്തിപൂർവം സമീപിക്കുന്നവർക്ക് മാത്രമേ. കാരണം ഭക്തി ആർക്കാണ് ഉണ്ടാകുന്നത്? നിഷ്കാമനായ ഒരാൾക്കേ ഉണ്ടാവും. ഏതെങ്കിലും തരത്തിൽ ആഗ്രഹമുള്ള ഒരാൾ, സ്വാർത്ഥത ചിന്തയുള്ള ഒരാൾക്ക് ഈ ഭക്തി ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഭക്തി കൊണ്ട് മാത്രമേ ബ്രഹ്മത്വം ഉണ്ടാവൂ എന്നാണ് രാമായണത്തിൽ നമ്മളോട് പറയുന്നത്. ഇപ്പോൾ നമ്മൾ രാമായണത്തെ ഉൾക്കൊള്ളുന്ന രീതികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതേസമയം രാമായണത്തെ എങ്ങനെ സമീപിക്കണം എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. കാരണം നമുക്കറിയാം, രാമായണത്തിൽ ഒരു കഥ രൂപേണയാണ് കാര്യങ്ങൾ പോകുന്നത്. പുരാണമാണ്, അല്ലെങ്കിൽ ധർമ്മത്തെ കുറിച്ച് പഠിപ്പിച്ചു തരുന്നുണ്ട്, ശാസ്ത്രമുണ്ട്, യുക്തിയുണ്ട്, അങ്ങനെ വിവിധങ്ങളായ ആശയങ്ങൾ രാമായണം നമുക്ക് മുന്നിലേക്ക് വെക്കുന്നുണ്ട്. ഒരു സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് ഒരാൾ എങ്ങനെയാണ് രാമായണത്തെ സമീപിക്കേണ്ടത്? വാൽമീകി 24,000 ഗ്രന്ഥങ്ങളിലായിട്ടാണ് രാമചരിതം രചിച്ചിരിക്കുന്നത്. അത് സമ്പൂർണ്ണമല്ല. 1,00,000 ഗ്രന്ഥമുണ്ടെന്നാണ് പറയുന്നത് ബ്രഹ്മാവ് വിരചിച്ച രാമായണത്തിൽ. അപ്പോൾ ഒരു ഗ്രന്ഥം ശ്ലോകങ്ങളാണ്. ഒരു ഗ്രന്ഥം എന്ന് പറയുമ്പോൾ 32 അക്ഷരമാണ് ഒരു ഗ്രന്ഥം. അപ്പോൾ 32 ഗുണം 1,00,000 എന്ന് കൂട്ടേണ്ടി വരും. ഇപ്പോൾ ഉള്ളത് 24,000 ഗുണം 32. അപ്പോൾ ഇത്രയും എടുത്താലാണ് ഗ്രന്ഥം വാൽമീകി രാമായണമാകുന്നത്. അതിലും ചുരുക്കി എഴുത്തച്ഛൻ മലയാളത്തിൽ അധ്യാത്മരാമായണം രചിക്കുമ്പോൾ അതിൻ്റെ ഭംഗിയൊന്നും കുറച്ചിട്ടില്ല, ഒന്നും നഷ്ടപ്പെട്ടില്ല. എന്നാൽ കുറച്ച് കൂടുതലുണ്ട്. എന്താ? ഭക്തി രസത്തിൽ മുക്കിയിട്ടാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. രാമായണത്തിൽ നേരത്തെ ശില്പ പറഞ്ഞതുമാതിരി ശാസ്ത്രമുണ്ട്, യുക്തിയുണ്ട്, ഭക്തിയുണ്ട്, കുടുംബമുണ്ട്,
തന്ത്രമുണ്ട്, ഒരു മനുഷ്യന് ഉപദേശം, വേണ്ട എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു ക്ലാസ്സിൽ 50 കുട്ടികളുണ്ട്, ഒരേ കാര്യമാണ് അധ്യാപകർ പഠിപ്പിക്കുക. അപ്പോൾ ഒരാൾ ഡോക്ടറായി, മറ്റൊരാൾ വക്കീലായി, മറ്റൊരാൾ എഞ്ചിനീയറായി, ഒരാൾ പൈലറ്റായി, ഇങ്ങനെയൊക്കെ പല കർഷകനായി പലതുമൊക്കെ വരും. അതെ. ഇത് യഥാർത്ഥത്തിൽ ഇതിനൊരു പൊതു സ്വഭാവം ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകിൽ എല്ലാവരും ഡോക്ടറാവണമായിരുന്നു, അല്ലെങ്കിൽ എല്ലാവരും എഞ്ചിനീയറാണ്. പക്ഷേ രാമായണത്തെ നമ്മൾ ഏത് വീക്ഷണകോണിൽ നോക്കിയാലും അതാത് തലത്തിലുള്ളവർക്കുള്ളതെല്ലാം രാമായണത്തിലുണ്ട്. അപ്പോൾ പക്ഷേ നമ്മളൊരു കാര്യത്തെ മനസ്സിലാക്കണം. രാമതത്വം, ആ രാമതത്വം ഏതുവരെ ഉയരും? ആത്മാരാമനാകുന്നത് വരെ ഉയരും. അപ്പോൾ ഒരാൾ ആത്മാരാമനായി മാറുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം തന്നെയാണ് രാമായണത്തിൽ ഹനുമാൻ സ്വാമി. അദ്ദേഹം ആത്മാരാമ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഉദാഹരണം കൊടുക്കുമ്പോൾ അധ്യാത്മരാമായണത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നു, മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രഗർത്തങ്ങൾ തോറും സദ്ഭാവം കൊണ്ട് ചാടി വീണു മോഹിച്ചിടുന്നു. ഭക്തിഹീനന്മാർക്ക് 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. അതായത് ശാസ്ത്രം കൊണ്ട് മാത്രം എല്ലാ കാര്യത്തിനെയും അറിയാൻ പോയാൽ നമുക്കതിനെ അന്തിമമായ ലക്ഷ്യത്തിലേക്ക് എത്തില്ല. ഒരു കുഞ്ഞിനോട് നമ്മൾ ഇന്ന് ചോദിക്കുകയാണ്, എന്താ നിന്റെ ലക്ഷ്യം? അപ്പോൾ കുട്ടി മറുപടി പറയും, എനിക്ക് ഡോക്ടറാവണം, എഞ്ചിനീയർ ആവണം. അപ്പോൾ നമുക്ക് എന്താ പറയേണ്ടത്? ഞാൻ നിന്റെ തൊഴിലല്ല അന്വേഷിച്ചത്, നിന്റെ ലക്ഷ്യം എന്താണെന്ന്. അപ്പോൾ ഒരു തൊഴിലിനെ ലക്ഷ്യമായി കാണുന്ന ഒരു യുക്തിബോധത്തിലാണ് നമ്മളിന്ന് ഇരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ഇതിനൊരു വലിയ തലമുണ്ട്. ആ തലം ആത്മതത്വമാണ്. നമ്മൾ എന്ത് ചെയ്താലും, എന്ത് തൊഴിൽ ചെയ്താലും, ഏത് നിലയ്ക്ക് ജീവിച്ചാലും ശരീരം ചെയ്യുന്ന കർമ്മങ്ങളല്ല ആത്മതത്വത്തെ ബാധിക്കുന്നത്. അത് നമ്മുടെ മനസ്സിൻ്റെ ഭാവന എന്തായിരുന്നു. അപ്പോൾ രാമായണത്തിൻ്റെ തുടക്കത്തിൽ മഹാവിഷ്ണു തന്നെ പറയുന്ന വാക്കെന്താണ്? ചിത്തശുദ്ധിയോടെന്നെ സേവിച്ചു ചിരകാലം പുരാ കശ്യപ പ്രജാപതി. ആ ചിത്തശുദ്ധി എന്ന് എടുത്ത് പറയുക. എന്നെ ദീർഘകാലം കശ്യപ പ്രജാപതി തപസ് ചെയ്തു, ഞാൻ വരം കൊടുത്തു എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? ചിത്തശുദ്ധിയോടെന്നെ സേവിച്ചു നാം. അപ്പോൾ നമ്മൾ ഇതിൽ ഏത് മാർഗത്തിൽ കൂടിയും രാമായണത്തിനെ സമീപിക്കാം. ഒരു സാഹിത്യം എന്നുള്ള നിലയ്ക്ക് നമുക്ക് സമീപിക്കാം. കുറ്റമറ്റതായ എല്ലാ ധാർമ്മിക ലക്ഷണങ്ങളോടും കൂടിയ, വാൽമീകി അന്വേഷിച്ച് നടന്ന എല്ലാ പൗരുഷയങ്ങളായ എല്ലാ ലക്ഷണങ്ങളും ഒത്ത കഥാപാത്രമായിരുന്നു. കഥ എന്നുള്ള നിലയ്ക്ക് സമീപിച്ചാൽ രാമായണം. ഗൃഹസ്ഥധർമ്മം നമ്മൾ പരിശോധിച്ചാൽ രാമായണത്തിലെ എല്ലാ കഥാപാത്രങ്ങളിലും അത് വ്യക്തമായി കാണാം. രാക്ഷസധർമ്മം നോക്കിയാലും ഉണ്ട്, ഋഷിമാരുടെ ധർമ്മം നോക്കിയാലും ഉണ്ട്. ഒരു എൻസൈക്ലോപീഡിയ തന്നെയാണ് രാമായണം. അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്, ശരിക്കും വിഭീഷണന്റെ തത്വം നമ്മൾ എടുത്തു നോക്കൂ. ഒരു രാക്ഷസനായി നമുക്ക് അംഗീകരിക്കാൻ പറ്റും. ഇങ്ങനെ കുടുംബപരമായി ചിന്തിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ രാമായണത്തിലുണ്ട്. ശാസ്ത്രം കൊണ്ട് ചിന്തിച്ചാലും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ 108 ഉപനിഷത്തുക്കളിൽ ഒന്നാണ് ഗർഭോപനിഷത്ത്. രാമായണത്തിലെ സമ്പാദ്യവാക്യത്തിൽ വ്യക്തമായി എങ്ങനെയാണ് ഒരു ജീവന്റെ ഉൽപ്പത്തി, അത് മാതാപിതാക്കളുടെ സംഗമം മുതൽ പ്രസവം വരെ അതിൻ്റെ വളർച്ച എന്താണ്, ഓരോ ദിവസവും അതിനെന്ത് മാറ്റം ഉണ്ടാകുന്നു, കൈകാലുകൾ വരുന്നത് എങ്ങനെയാണ്, അസ്ഥികൾ വരുന്നത് എങ്ങനെയാണ്, രോമജാലങ്ങൾ വരുന്നത് എങ്ങനെ, എല്ലാം വ്യക്തമായി ഇത്രയും ആയിരക്കണക്കിന് യുഗങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ശാസ്ത്രമില്ലേ എന്ന് ചോദിച്ചാൽ ശാസ്ത്രമുണ്ട്. രാമായണത്തിലെ യുദ്ധം എടുത്തു നോക്കൂ, ശസ്ത്രങ്ങളെ സംബന്ധിച്ച് നോക്കൂ. ഇന്ന് പോലും നമ്മൾ കണ്ടെത്തിയിട്ടില്ല അത്രയും ശസ്ത്രങ്ങൾ. ഉദാഹരണത്തിന് പുഷ്പവിമാനത്തെ പറയുമ്പോൾ ചിലർക്ക് അതൊരു അവിശ്വസനീയമായി തോന്നിയേക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് വസിഷ്ഠൻ്റെയും ഭരദ്വാജ മഹർഷിയുടെയും ഒക്കെ ഒരു വലിയ സംഭാവനയാണ് വൈമാനിക സിദ്ധാന്തം. വൈമാനിക ശാസ്ത്രം എന്നൊരു ഗ്രന്ഥം തന്നെ ഉണ്ടായിരുന്നു. ആ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കാണുന്ന വിമാനങ്ങൾ പോലും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ ഏതാണ്ട് 36 തരം വിമാനങ്ങളെക്കുറിച്ച് പറയുന്നു. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ് അവസാനമൊക്കെ പറയുന്ന വിമാനങ്ങൾ. എന്താണെന്നറിയോ? നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത തരത്തിൽ ഈ വിമാനത്തെ മറയ്ക്കുന്ന വിദ്യ വരും അതിനകത്തുണ്ട്. അത്രയും ശാസ്ത്ര സമ്പുഷ്ടമായ രാമായണം. മനസ്സിലായില്ലേ? ഇനി തന്ത്രശാസ്ത്രം എടുത്തു നോക്കൂ. രാമായണത്തിൽ ക്രിയാമാർഗോപദേശം ലക്ഷ്മണന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു, എങ്ങനെയാണ് ഈശ്വരനെ പൂജിക്കേണ്ടത്. അത് ഏത് തരത്തിലും ആകാം, ജലത്തിലാകാം, അഗ്നിയിലാകാം, സാളഗ്രാമത്തിലാകാം, ബിംബങ്ങളിലാകാം, ഇങ്ങനെ മനസ്സിൽ തന്നെ ആകാം. എന്താണെങ്കിലും അതിൻ്റെ ആധാരം ഭക്തിയാണെന്ന് അവസാനവും പറയും. അപ്പോൾ ഇത്തരത്തിൽ
രാമായണത്തെ എങ്ങനെ സമീപിക്കണമെന്ന് വെച്ചാൽ നമ്മൾക്ക് ഏതാണോ വാസന തീർച്ചയായിട്ടും. ആ വാസനയ്ക്കനുസരിച്ച് രാമായണത്തെ സമീപിക്കാം. ഭക്തി ഉണ്ടെങ്കിൽ ആ ഭഗവാനിൽ നമുക്ക് ലയിക്കാനും രാമായണത്തിൽ കൂടി തീർച്ചയായിട്ടും സാധിക്കും. ഇപ്പൊ നമ്മളെല്ലാവരും പറയാറുണ്ട്, ആരുമില്ലാത്തവർക്ക് ഈശ്വരൻ ഉണ്ടാകും. വലിയൊരു ആശ്വാസവാക്കാണത്. രാമായണത്തിൽ എങ്ങനെയാണ് ഈശ്വരനെ നമ്മൾ ദർശിക്കേണ്ടത്? രാമായണത്തിൽ ഈ ദർശനം സാധാരണ മനുഷ്യരുടെ ദർശനം തന്നെയാണ്. രാമായണത്തിൽ വ്യത്യസ്തമായി അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല എന്നാണ് എൻ്റെ അനുഭവം. എങ്കിലും ആരുമില്ലാത്തവർക്ക് മാത്രമല്ല, ആരുണ്ടെങ്കിലും ഈശ്വരനുണ്ട്. ഈശ്വരൻ എപ്പോഴും ഒരു പൊതുവായ സത്യമാണ്. ഈശ്വരൻ വലിയൊരു വിഷയമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈശ്വരനെ സമീപിക്കുന്ന രീതി ആണ് വ്യത്യാസം. നമ്മൾ ഈശ്വരനെയാണോ പ്രാർത്ഥിക്കുന്നത്, അതോ നമ്മുടെ ആഗ്രഹങ്ങളെയാണോ പ്രാർത്ഥിക്കുന്നത്? ആഗ്രഹങ്ങളാണ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ അവിടെയാണ് അതിൻ്റെ വ്യത്യാസം. ഈശ്വരനോടൊന്നും പറയേണ്ടതില്ല. ഉദാഹരണത്തിന് നമുക്കൊരു വീട്ടിലൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞ് വിശന്ന് പൊരിഞ്ഞ് കരയുമ്പോഴല്ല നമ്മൾ അതിന് ഭക്ഷണം കൊടുക്കുക. നമുക്കറിയാം അതിനെപ്പോഴാണ് ഭക്ഷണം കഴിപ്പിക്കേണ്ടത്. അത് ശരീരത്തിൽ അഴുക്ക് പുരണ്ട് വൃത്തിയില്ലാതാകുമ്പോഴല്ല നാം അതിനെ കുളിപ്പിക്കുന്നത്. മറിച്ച് നമുക്കറിയാം ഏതൊക്കെ സമയത്താണ് അത് വേണ്ടത്, അതിനെ എങ്ങനെ വസ്ത്രം ധരിപ്പിക്കണം, വൃത്തിയാക്കണം, ഇതൊക്കെ നമുക്കൊരു ധാരണയുണ്ട്. അപ്പോൾ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ജഗത്പിതാവെന്നോ ജഗന്മാതാവെന്നോ ഒക്കെ നമുക്ക് പറയുന്നൊരു വലിയ ശക്തിയാണ്. അപ്പോൾ അത് സകല ചരാചരങ്ങൾക്കും ബാധകമാണ്, മനുഷ്യന് മാത്രമല്ല. മനുഷ്യന് അങ്ങനെയും ഒരു ദുഷിച്ച സങ്കല്പമുണ്ട്. മനുഷ്യന് വേണ്ടിയാണ് ഈശ്വരൻ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്, എല്ലാ ജീവജാലങ്ങളെയും മനുഷ്യന് തിന്നാൻ വേണ്ടിയാണെന്ന് വരെ ചില സെമറ്റിക് മതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. എന്നാൽ അങ്ങനെയല്ല, എല്ലാ ചരാചരങ്ങൾക്കും അചരങ്ങൾക്കെന്നാണ് പറഞ്ഞത്. ഈശ്വരൻ തുല്യമാണ്. പക്ഷേ ഇവിടെ ചോദിച്ച കാര്യത്തിന് ഒരു ഉത്തരം എന്നുള്ള നിലയ്ക്ക് പറയാം. രാമാവതാരം എടുത്തു, ഭഗവാൻ ഏതെങ്കിലും തരത്തിൽ ഈശ്വരനെ പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യവും കാത്തിരുന്നില്ല. പക്ഷെ താൻ പാതി ദൈവം പാതി എന്നല്ലേ നമ്മൾ പറയാറ്? അതെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈശ്വരന്റെ പകുതി തന്നെയാണ് ഞാൻ എന്നാണ് അതിന്റെ ശരിയായ അർത്ഥം. ഇവിടെ ദൈവം ബാക്കി ചെയ്യും എന്നുള്ള വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ് കൂടുതലും എന്നുള്ളതാണ്. അങ്ങനെയാണ് പൊതുവിൽ ഇന്ന് കാണുന്നത്. വാസ്തവത്തിൽ നമ്മളൊരു ആത്മീയ അന്വേഷണം നടത്തിയാൽ ഭഗവാന് ഈ ഒരു ദർശനം ഞാൻ ഈശ്വരനാണെന്ന് കൊടുക്കുന്നത് വസിഷ്ഠൻ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വിശ്വാമിത്രൻ കൊടുക്കുന്നുണ്ട്. നീ കേവലം ദശരഥപുത്രനായ രാമൻ മാത്രമല്ല, നീ സാക്ഷാൽ നാരായണമൂർത്തിയാണ് എന്നുള്ള ദർശനം കൊടുക്കുന്നു. തുടർന്ന് ജനകൻ വില്ലൊടിക്കുന്ന സമയത്ത് തന്നെ ജനകന് മനസ്സിലായി ഇതാരാണ്, സാക്ഷാൽ നാരായണമൂർത്തിയാണ്. അല്ലെങ്കിൽ ശൈവജാപം അത് ഖണ്ഡിക്കാൻ മറ്റൊരാളെ കൊണ്ട് സാധ്യമല്ല. അത് ജനകൻ അത് അതിനനുസരിച്ച് പെരുമാറുന്നുണ്ട്. സീതാ സ്വയംവരത്തിന് ശേഷം കന്യകാദാനം ചെയ്ത് ഭഗവാന്റെ പാദം കഴുകി ആ പാദതീർത്ഥത്തെ എടുത്ത് ശിരസിൽ ധരിക്കുകയാണ്. ഏതൊരു പാദതീർത്ഥമാണോ ബ്രഹ്മാദി ദേവഗണങ്ങൾ മുഴുവൻ ശിരസിൽ ധരിക്കുന്നത്, ആ പാദതീർത്ഥം ഞാനും ധരിക്കുന്നു എന്ന് പിതാവായ പിതാവിന് തുല്യനാണ്. പക്ഷെ അവിടെ ഈശ്വരത്വത്തെ അദ്ദേഹം ബഹുമാനിക്കുന്നു. ഇങ്ങനെയൊക്കെ ഞാൻ ഈശ്വരനാണ്, നാരായണമൂർത്തിയുടെ അവതാരമാണ് എന്ന് മനസ്സിലായിട്ടും രാമൻ മനുഷ്യാവതാരത്തിലിരുന്നു കൊണ്ട് സീതാന്വേഷണം ചെയ്തതായാലും യുദ്ധം ചെയ്തതായാലും ഈ പറഞ്ഞ ബാലിയെ നിഗ്രഹിക്കാൻ നേരിട്ട് പോയില്ല. പകുതി ശക്തി പോവും മനുഷ്യനാണ് രാമൻ. അതുകൊണ്ട് മറഞ്ഞിരുന്ന് അസ്ത്രം അയക്കുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ നമ്മൾ ഏത് വീക്ഷണത്തിൽ നോക്കിയാലും നമ്മുടെ കർത്തവ്യത്തെ നമ്മൾ ആചരിച്ചില്ലെങ്കിൽ അതിന് ഈശ്വരനെ പഠിച്ചിട്ട് കാര്യമില്ല. സ്വാമി വിവേകാനന്ദൻ പറയും, വർക്ക് ഈസ് വർഷിപ്പ്, പ്രവൃത്തിയാണ് ഏറ്റവും വലിയ ആരാധന. അപ്പൊ ആ ആരാധനയെ വിട്ടിട്ട് ഈശ്വരൻ തന്നുകൊള്ളു. പണ്ടൊരു കഥ പഠിക്കാനുണ്ടായിരുന്നു പുസ്തകത്തിൽ, മലയാളം പുസ്തകത്തിൽ. ആ കഥ ഇങ്ങനെയാണ്. ഒരാൾ ഒരു പണിക്കും പോകില്ല, അദ്ദേഹം പണിയെടുക്കില്ല, ജോലി അന്വേഷിച്ച് പോയി എന്നൊക്കെ പറയും. വീണ്ടും സുഹൃത്തുക്കളെ കൂടെ അദ്ദേഹത്തിൻ്റെ മുറിയിൽ വന്നിരിക്കും. ഒരു ദിവസം അതിൽ മുതിർന്ന ആൾ പറഞ്ഞു, താങ്കൾ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്തെങ്കിലും ഒരു ജോലി തുടങ്ങും, ഏതെങ്കിലും ഒരു ജോലി അന്വേഷിച്ച് നടക്കാതെ കിട്ടുന്ന ഒരു ജോലി തുടങ്ങും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വാകേറിയ ദൈവം ചോറും തരും എന്നൊരു ചൊല്ലുണ്ടല്ലോ, ഇത് പറഞ്ഞു. അങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ട് ഇയാളെ പിടിച്ചൊരു മുറിയിലേക്ക് അടച്ചു. ശരി, നിന്റെ ദൈവം വന്ന് ചോറ് തരട്ടെ എന്ന് പറഞ്ഞു. ഇതാണ് അതിൻ്റെ ശരിയായ യുക്തി. പരിശ്രമശാലിയോടൊപ്പം മാത്രമേ ഈശ്വരനുണ്ടാവും. ഏതൊരു ശക്തി, നമ്മുടെ വീട്ടിലെ കുട്ടികളാണെങ്കിൽ പോലും അവൻ പരിശ്രമിക്കുന്നില്ലെങ്കിൽ നമ്മൾ അവനെ സഹായിക്കുന്നതിൻ്റെ തോത് കുറയും. മടിയനായൊരു കുട്ടിയെ നമ്മൾ സഹായിക്കാൻ മടി. അപ്പോൾ ഇത്തരത്തിൽ രാമൻ കൊടുത്ത സന്ദേശം എന്താണ്?
ഞാനൊരു അവതാരമാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ ഞാൻ ഇതിങ്ങനെ അനുസരിച്ചുകൊള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം ഇറങ്ങി സംഘടിപ്പിച്ചു. എന്താ, നിഷാദന്മാരെയും വാനരന്മാരെയും രാക്ഷസന്മാരെയും ക്ഷത്രിയന്മാരെയും ഋഷിമാരെയും ഒക്കെ സംഘടിപ്പിച്ചിട്ടാണ് ഈ ധർമ്മ ജീവിതം, അദ്ദേഹം പറഞ്ഞതും അങ്ങനെയാണല്ലോ, ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി നിർമര്യാദം ആയുധങ്ങളുമായി നീളെ നടക്കും ഞാനെന്നാണ്. ഒരു മര്യാദയും കൂടാതെ ധർമ്മം രക്ഷിക്കാൻ വേണ്ടി ആയുധങ്ങളുമായി നടക്കുന്നതാണ്. അപ്പം ഇത്തരത്തിൽ ഈശ്വരൻ വന്ന് എന്തെങ്കിലും നമുക്ക് ചെയ്തു തരും എന്ന് നിശ്ചയിച്ചിരിക്കാതെ നമ്മുടെ പ്രവൃത്തി നമ്മൾ ഭംഗിയായി ചെയ്യുക. ഈ ഭഗവത്ഗീതയിൽ പറയുന്നത് മാതിരി ഈശ്വരാർപ്പണമായി ചെയ്യുക, ഏറ്റവും രൂപത്തിൽ ചെയ്യുക. നന്ദി. നമസ്തേ.